തൃശൂർ പൂരത്തിന്റെ ആഘോഷ പൊലിമയിലേക്ക് നാട് ഒരുങ്ങവെയുണ്ടായ ഭീകരമായ വെടിക്കെട്ട് ദുരന്തം കേരളത്തെ ആകെ നടുക്കിയിരിക്കുകയാണ്. തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനം നിരവധി ജീവനുകൾ കവർന്നപ്പോൾ ആ ദുരന്തം ബാക്കിയാക്കിയ കണ്ണീർ കാഴ്ചകൾ ഇപ്പോഴും തുടരുകയാണ്. സ്ഫോടനത്തിന് പിന്നാലെ കാണാതായ തൃശൂർ സ്വദേശി ഗിരിയെ കണ്ടെത്താനുള്ള തിരച്ചിലുകൾ പുരോഗമിക്കുകയാണ്. ആ കുടുംബത്തെ തകർത്ത് മറ്റൊരു വിയോഗ വാർത്ത കൂടി പുറത്തുവരുന്നത്. മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന ഗിരിയുടെ അമ്മ ഗൗരി അന്തരിച്ചു. മകന്റെ തിരോധാനമുണ്ടാക്കിയ കടുത്ത മാനസിക ആഘാതമാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്കിടയിലും ആ വയോധികയുടെ ജീവനെടുത്തത്. ആഘോഷങ്ങളുടെ ഭാഗമായ സുരക്ഷാ വീഴ്ചകൾ എങ്ങനെ ഒരു നാടിൻ്റെയും സാധാരണക്കാരായ മനുഷ്യരുടെയും ജീവിതം തകർക്കുന്നു എന്നതിൻ്റെ ദയനീയമായ നേർചിത്രമായി ഗൗരിയമ്മയുടെ വിയോഗം മാറുന്നു. അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയരുന്നതിനൊപ്പം കാണാതായവരെക്കുറിച്ചുള്ള ആശങ്കകളും തൃശ്ശൂരിനെ നൊമ്പരപ്പെടുത്തുകയാണ്. തൃശ്ശൂർ പൂരത്തിന്റെ ആഘോഷങ്ങൾക്കായി കരിമരുന്ന് ഒരുക്കുന്നതിനിടയിലുണ്ടായ ആ ഭീകര സ്ഫോടനം തകർത്തത് ഗിരി എന്ന യുവാവിന്റെ കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളെയുമാണ്. ഏപ്രിൽ 21 ഉച്ചയ്ക്ക് 3 മണിയോടെ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് പുരയിലുണ്ടായ ഉഗ്രസ്ഫോടന സമയത്ത് ഗിരി സംഭവസ്ഥലത്തുണ്ടായിരുന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കെട്ടിടം പൂർണ്ണമായും തകരുകയും കിലോമീറ്ററുകളോളം ശബ്ദം മുഴങ്ങുകയും ചെയ്തു. അപകടം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഗിരി ഉൾപ്പെടെയുള്ള 4 പേരെ ഇതുവരെ കണ്ടെത്താനായില്ല. അവശിഷ്ടങ്ങൾക്കിടയിൽ ഫയർഫോഴ്സും പോലീസും നടത്തുന്ന തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പക്ഷാഘാതത്തെ തുടർന്ന് ദീർഘകാലം ചികിത്സയിലായിരുന്ന ഗൗരിയമ്മ അപകടം നടക്കുന്നതിന്റെ തലേ ദിവസമാണ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലെത്തിയത്. മകൻ അരികിൽ ഉണ്ടാകുമെന്ന ആശ്വാസത്തിൽ വീട്ടിലെത്തിയ അമ്മയെ തേടിയെത്തിയത് മകനെ കാണാതായെന്ന നടുക്കുന്ന വാർത്തയായിരുന്നു. മകൻ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു അമ്മ. എന്നാൽ ദിവസങ്ങൾ പിന്നിടുമ്പോഴും മകനെക്കുറിച്ചുള്ള വിവരമൊന്നും ഇല്ലാത്തത് ഗൗരിയമ്മയെ കടുത്ത മാനസിക വിഷമത്തിലാഴ്ത്തി. വാർദ്ധക്യ സഹജമായ അവശതകൾക്കൊപ്പം തന്നെ ആ മാനസിക ആഘാതവും കൂടി ആയതോടെ ആരോഗ്യം അതിവേഗം ക്ഷയിക്കുകയും ഒടുവിൽ മകനെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കാതെ അവർ ലോകത്തോട് വിട പറയുകയും ചെയ്തു. തൃശൂർ പൂരത്തിന്റെ ആഘോഷങ്ങളെ കണ്ണീരിലാഴ്ത്തിയ വെടിക്കെട്ട് ദുരന്തത്തിൽ മരണസംഖ്യ ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരികയാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയതാണ് ഇത്ര വലിയ ദുരന്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. ഏപ്രിൽ 21 സ്ഫോടനത്തിൽ അന്ന് തന്നെ 13 പേർ കൊല്ലപ്പെട്ടിരുന്നു. തുടർന്ന് വെന്റിലേറ്ററിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന പ്രവീൺ കൂടി മരിച്ചതോടെ മരണസംഖ്യ 14 ഉയർന്നു. നിലവിൽ 13 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. 2 പേർ വെന്റിലേറ്ററിലാണ്. പരിക്കേറ്റവരിൽ 11 പേർ തൃശൂർ മെഡിക്കൽ കോളേജിലും 2 പേർ ജൂബിലി മിഷൻ ആശുപത്രിയിലുമാണുള്ളത്. വെടിക്കെട്ടുപുരയിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ അളവിൽ പടക്കങ്ങളും വെടിമരുന്നുകളും സൂക്ഷിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ പാറമേക്കാവ് ദേവസ്വത്തിന്റെ പടക്ക നിർമ്മാണ ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകി. കളക്ടർ MS മാധവിക്കുട്ടിയുടെ നിർദ്ദേശപ്രകാരം ചിറ്റൂർ തഹസിൽദാറാണ് ഈ നടപടി സ്വീകരിച്ചത്. അപകട സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന 4 പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അവശിഷ്ടങ്ങൾക്കിടയിലും ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. പരേതനായ മോഹനന്റെ ഭാര്യയായ ഗൗരിയമ്മയുടെ സംസ്കാരം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് തൃശ്ശൂരിലെ പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. മകനെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി കാത്തിരുന്ന ബന്ധുക്കളെയും നാട്ടുകാരെയും സംബന്ധിച്ചിടത്തോളം ഇരട്ടി ദുരന്തമായി ഈ വിയോഗം മാറി. പക്ഷാഘാതത്തിന് ചികിത്സ കഴിഞ്ഞ് മകന്റെ അരികിലേക്ക് എത്തിയ ഗൗരിയമ്മയ്ക്ക് മകൻ അപകടത്തിൽപ്പെട്ട വാർത്ത താങ്ങാവുന്നതിലും അധികമായിരുന്നു. മകനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുന്നതിനിടയിലാണ് അമ്മയുടെ വിയോഗം സംഭവിക്കുന്നത്. വെടിക്കെട്ട് ദുരന്തത്തിന്റെ നടുക്കം വിട്ടുമാറാത്ത തൃശ്ശൂരിന് ഗൗരിയമ്മയുടെ വിയോഗം മറ്റൊരു തീരാ നോവാണ്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട 14 പേർക്കൊപ്പം പരോക്ഷമായി ദുരന്തത്തിന് ഇരയായി മാറിയ അമ്മയും വേദനയോടെയാണ് നാട് സ്മരിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന്റെ വർണ്ണാഭമായ ചടങ്ങുകൾക്കായി കാത്തിരുന്ന ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിയ ഈ ദുരന്തം ആഘോഷങ്ങൾക്കിടയിലെ സുരക്ഷാ വീഴ്ചയുടെ ആവർത്തന പട്ടികയിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. വെടിക്കെട്ടുപുരയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ പൊലിഞ്ഞ 14 ജീവനുകൾക്കും ആഘാതം താങ്ങാനാകാതെ വിട പറഞ്ഞ ഗൗരിയമ്മയുടെ വിയോഗത്തിനും ഇനിയൊരു തിരിച്ചുപോക്കില്ല. ആഘോഷങ്ങൾ ആവേശകരമാകുമ്പോൾ തന്നെ അവ സാധാരണക്കാരുടെ ജീവൻ കവർന്നെടുക്കുന്നതാവരുത്. ഗൗരിയമ്മയുടെയും ഗിരിയുടെയും കുടുംബത്തിന്റെ നൊമ്പരം കേരള രാഷ്ട്രീയത്തിലും സാമൂഹിക മേഖലയിലും വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നതിൽ തർക്കമില്ല.